അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ ഏതാനും ചിഹ്നങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ആദ്യമായി ഒരു ചെറിയ മീമ്, അതിൻ്റെ വാല് ഇടത് ഭാഗത്തേക്ക് അല്പം നീണ്ടുകൊണ്ടാണ് ചെരിച്ച് നീട്ടിയാണ് വരച്ചിരിക്കുന്നത്, നേരെ താഴോട്ടല്ല. അപ്പോൾ ആ മോഡൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം തുഫീദു ലുസുമൽ വഖഫ്, വഖഫ് നിർബന്ധമാണ് അല്ലെങ്കിൽ ശക്തമായ സുന്നത്താണ് എന്നറിയിക്കുന്നതാണത്. അതിനുള്ള ചിഹ്നമാണ്. അപ്പം അങ്ങനെ കാണുന്ന സ്ഥലത്ത് നമ്മൾ നിർത്തി ഓതണം. അപ്പോൾ യാസീൻ സൂറത്തിൽ ഒരു സ്ഥലമുണ്ട്, ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവിടെ ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്ക് കേട്ട് തങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്ന ഭാഗം അള്ളാഹു പറയുന്നതാണ്. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവർ രഹസ്യമായി പറയുന്ന കാര്യങ്ങളും പരസ്യമായി ഒരുക്കുന്ന കുതന്ത്രങ്ങളും എല്ലാം നാം അറിയുന്നുണ്ട്. അപ്പം അതവിടെ നിർത്തി പറയുമ്പോഴാണ് ഈ അർത്ഥം നമുക്ക് ലഭിക്കുക. അവിടെ ചേർത്ത് പറയുമ്പോൾ ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ എന്ന് അവർ പറയുന്നത് കേട്ട് തങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നൊരു ധ്വനി വരും. അപ്പം അങ്ങനെ ഒരു തെറ്റായ അർത്ഥം സൂചിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ നിർത്തി ഓതണം എന്നാണ്. ഇത് നമ്മൾ മിക്ക ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലമാണ്. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു, അങ്ങനെ കൂട്ടി ഓതലാണ് കൂടുതൽ ആളുകളും ചെയ്യാറുള്ളത്. അവിടെ ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അങ്ങനെയാണ് ഓതേണ്ടത്. പിന്നെ രണ്ടാമത്തേത് നമുക്ക് സില, ഈ മോഡൽ ഒരു ചിഹ്നം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം തുഫീദു അന്നൽ വസ്ല ഔല, ചേർത്തി ഓതലാണ് നല്ലത്. അവിടെ നിർത്തി നമുക്ക് ഓതാം, പക്ഷെ എന്നാലും അവിടെ ചേർത്ത് ഓതലാണ് കൂടുതൽ നല്ലത്. അവിടെ നമ്മൾ നിർത്താതെ വഖഫ് ചെയ്യാതെ കൂട്ടി ഓതലാണ് നല്ലത് എന്ന് സൂചിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു ചിഹ്നം കൊടുക്കുന്നത്. മറ്റൊരു ചിഹ്നമാണ് ഖില, അൽ വഖഫ് ഔല എന്നാണ് അതിൻ്റെ അർത്ഥം. തുഫീദു അന്നൽ വഖഫ ഔല, അവിടെ നിർത്തി ഓതലാണ് നല്ലത്. ചേർത്ത് നമുക്ക് ശ്വാസം ഉണ്ടെങ്കിലും കൂട്ടി ഓതരുത്, മറിച്ച് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പിന്നീട് അതിൻ്റെ ബാക്കിയെടുത്ത് ഓതലാണ് നല്ലത്. അൽ വഖഫു ഔല തുഫീദു അന്നൽ വഖഫ ഔല, അവിടെ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്, നിർത്തി ഓതലാണ് നല്ലത് എന്ന് സൂചിപ്പിക്കാനാണ് ഇങ്ങനെയൊരു ചിഹ്നം കൊടുക്കുന്നത്. മറ്റൊരു ചിഹ്നം ജീമാണ്. ആ മോഡൽ നമുക്ക് കാണാൻ പറ്റും. അത് അങ്ങനെ തന്നെയാണ് മുസ്ഹഫിൽ ഉണ്ടാവുക. ഈ ജീമ് തുഫീദു ജവാസൽ വഖഫ്, അങ്ങനെ കാണുന്ന സ്ഥലത്ത് നമുക്ക് വഖഫ് ചെയ്യൽ, നിർത്തൽ ജായിസാണ്, അനുവദനീയമാണ്. അവിടെ കൂട്ടി ഓതൽ നല്ലതാണെന്നോ അല്ലെങ്കിൽ അവിടെ മുറിച്ച് ഓതലാണ് നല്ലത് എന്നോ അങ്ങനെയൊന്നുമില്ല, മറിച്ച് അവിടെ നിർത്തലും നിർത്താതിരിക്കലൊക്കെ തുല്യമാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ജീമ് കൊടുക്കാറുള്ളത്. ജീമിൻ്റെ അർത്ഥം തുഫീദു ജവാസൽ വഖഫ്, അവിടെ നിർത്തൽ ജായിസാണ് എന്നതിനെ സൂചിപ്പിക്കാനാണ് ഈ ജീമ് കൊടുക്കാറുള്ളത്. മറ്റൊരു ചിഹ്നം ലാ ആണ്. ഈ ലായുടെ മോഡൽ ശ്രദ്ധിക്കുക. അത് തുഫീദു നഹിയ അനിൽ വഖഫ്, ഇങ്ങനെ കാണുന്ന സ്ഥലത്ത് നമ്മൾ വഖഫ് ചെയ്യരുത്, അവിടെ വഖഫ് ചെയ്യാതെ കൂട്ടി ഓതുകയാണ് വേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ ലാ എന്ന് കൊടുക്കാറുള്ളത്. മറ്റൊരു ചിഹ്നം 3 ഡോട്ടുകളാണ്. ഈ 3 ഡോട്ട് വരുമ്പോൾ തൊട്ടടുത്തായി ആ ആയത്തിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ 3 ഡോട്ട് വേറെയും ഉണ്ടാവും. അങ്ങനെ കാണുമ്പോൾ തുഫീദു ജവാസൽ വഖഫ് ഫി അഹദിൽ മൗദിഅൈനി, രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വഖഫ് ചെയ്യണം എന്നില്ല. വഖഫ് ചെയ്യാതെ പൂർണ്ണമായും ആ ആയത്ത് കൂട്ടി ഓതാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ 3 ഡോട്ടുള്ള ഒരു സ്ഥലത്തേ നിർത്താൻ പാടുള്ളൂ. അതേപോലെ 3 ഡോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരും, അവിടെ നിർത്താൻ പറ്റൂല. ഒരു സ്ഥലത്ത് നിർത്തിയാൽ മറ്റേടത്ത് നിർത്തരുത്. ഒന്നുകിൽ എവിടെയും നിർത്താതെ ഓതാം, ഇനി അഥവാ നിർത്തുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമേ നിർത്താൻ പാടുള്ളൂ. തുഫീദു ജവാസൽ വഖഫ് ഫി അഹദിൽ മൗദിഅൻ,
രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്താം. വലൈസ ഫീ കിലൈഹിമ, രണ്ട് സ്ഥലത്തും കൂടി നിർത്താൻ പറ്റൂല എന്നറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ഡോട്ട് കൊടുക്കുന്നത്.